അബ്രാമിനെ കർത്താവ് ആരാക്കി മാറ്റി? അബ്രാഹമാക്കി മാറ്റി, ഇല്ലേ? പേര് മാറ്റി. പൗലോസ് അല്ലെ, സാവൂൾ ആയിരുന്നവനെ കർത്താവ് പൗലോസാക്കി മാറ്റി. പൗലോസിലിയ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എൻ്റെ ഇന്നലകളിൽ എങ്ങനെയായിരുന്നു. തിമോത്തിയോസിന് 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 12 മുതലുള്ള വചനഭാഗങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസിലിയ പറയുന്ന ഒരു കാര്യമുണ്ട്. മുമ്പ് ഞാനവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ ഇന്നലകളിൽ അങ്ങനെ പ്രവർത്തിച്ചത്. ഇപ്പോൾ പൗലോസ്ലീഹ ദൈവസ്നേഹത്തിനെതിരെ ഇന്നലകളിൽ കടന്നു പോകാനുള്ള കാരണം പറയുമ്പോൾ പൗലോസ്ലീഹ പറയുന്നത്, ഇന്നലകളിൽ അറിവില്ലാതെ അവിശ്വാസിയായിട്ട് 2 കാര്യങ്ങൾ. 1, എനിക്കറിയില്ലായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം. 2, അവിശ്വാസത്തിലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വിശ്വാസിയാണ്, ഇന്ന് കർത്താവിൻ്റെ സ്നേഹത്തിലാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയും, ആർക്ക് എന്നെ ഈ സ്നേഹത്തിൽ നിന്നും കേട്ടില്ല. ഇത്രയും പേരിരുന്നിട്ടാണ്. വീട്ടിൽ കെട്ടിയവനെയും പിള്ളേരൊക്കെ തെറി വിളിക്കാനായിരുന്നെങ്കിൽ നല്ല ഒച്ച സ്വരമൊക്കെ പെട്ടെന്ന് വരും. ദേഷ്യം വന്നു കഴിയുമ്പോൾ ഭർത്താവിനെ വിളിക്കാൻ, ഭാര്യയെ വിളിക്കാനൊക്കെ ആകുമ്പോൾ നല്ല ഉച്ചത്തിൽ പറഞ്ഞേ, പറ. അതുകൊണ്ടാണ് റോമ 8:35 വചനം പറയുന്നില്ലേ, ആർക്ക് എന്നെ ഈ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞേ, ആർക്ക് എന്നെ ഈ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റും? കൈയൊക്കെ പിടിച്ചോ. കല്യാണം കഴിച്ച് നിങ്ങൾ തമ്മിൽ എടാ, വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു പെണ്ണും കൂടി കൈപിടിച്ച് നടന്നാൽ തീർന്ന്. ആണും കൈപിടിച്ച് നടന്നത്, ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് നടന്നാൽ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും നടക്കാം. പക്ഷേ നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ജർമ്മനിയിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരച്ഛന്മാരെ കാണാനായിട്ട് പോയി. ഞാൻ റോമിൽ ധ്യാനത്തിന് പോയപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ നടക്കാനൊക്കെ പോകുമ്പോൾ, ഞാനും അച്ഛന്മാരെ കൂടി നടക്കാനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ കൂട്ടുകാരനെ ജനസേനാലും വിളിച്ചാൽ തോളത് മാറി. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് പോകണല്ലോ, നമ്മൾ അവിടെ ചെല്ലും നമുക്കറിയാം. എന്നാലും പെട്ടെന്ന് അപ്പോൾ കോൺഷ്യസ് ആയിട്ട് ചിലപ്പോൾ അത് വരണമെന്നില്ല. അവിടെ ആണും കല്യാണം കഴിക്കുന്നു, പെണ്ണും കല്യാണം കഴിക്കുന്നു. പിന്നെ LGBTQRSTUWXYZ ഏത് വേണമെന്ന് എനിക്ക് തിരഞ്ഞെടുക്കാം. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ നല്ല സുഖമാണല്ലോ. ഒരു വിധത്തിൽ നോക്കിയാൽ പല മേഖലകളിൽ സുഖമാണ്. ഇത്തരം കറപ്ഷനും കാര്യങ്ങളൊന്നും വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഇല്ല. അത് ശരിയാണ്. പക്ഷെ ഓരോരോ ദേശത്ത് അതിൻ്റെതായ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അമേരിക്കയിൽ ഒരു പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബം എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ പള്ളിയിൽ വെച്ച് തന്നെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അപ്പനും അമ്മയും 2 പിള്ളേരും പുറത്തേക്ക് ഇറങ്ങി. പിള്ളേരങ്ങോട്ട് പോയി, വണ്ടിയുടെ അടുത്തേക്ക് പോയി. അപ്പനമ്മയും തിരിച്ചു വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു. പറഞ്ഞാ ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഇപ്പോൾ പള്ളിയിലുണ്ടായിരുന്ന ഞങ്ങളുടെ മകനുണ്ടല്ലോ, ഡോക്ടറാണ്. അവിടെ അമേരിക്കയിൽ തന്നെ ഡോക്ടറാകാൻ പഠിച്ചതാണ്. വിശ്വാസവും പ്രാർത്ഥനയും ദൈവവും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ വിളിച്ച പള്ളിയിലൊക്കെ ഞങ്ങളുടെ കൂടെ വരും, അതിനൊന്നും മടിയൊന്നുമില്ല. അപ്പോൾ അവന് വിവാഹപ്രായം കഴിഞ്ഞ് 10-30 വയസ്സിൽ അധികമായി. നാട്ടിലെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്തായാലും അവനെ കെട്ടിക്കുന്നില്ലേ? അപ്പോൾ കുടുംബത്തിലെ തന്നെ മൂത്ത പയ്യനാണ്, വിവാഹമായാലും അവനെ വിവാഹം കഴിപ്പിക്കുന്നില്ലേ, കെട്ടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ഇവർക്ക് പറയാം, ആലോചിക്കുക. അപ്പോൾ ഇവൻ്റെ അടുത്ത് അവസാനം ചോദിച്ചാൽ, നീ ഇത്രയും പ്രായമില്ല, നീ പറ. ഓരോ ആലോചന വരുമ്പോൾ വേണ്ടെന്ന് പറയുന്നതല്ല, പ്രത്യേകിച്ചൊന്നും പറയുന്നുമില്ല. അവസാനം അവനൊരു ദിവസം പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കാം. സമ്മതിച്ചു, ഞാൻ വിവാഹം കഴിക്കുവാണെങ്കിൽ എൻ്റെ കൂടെ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് എൻ്റെ മുറിയിൽ താമസിക്കുന്ന, എൻ്റെ കൂടെ പഠിക്കുന്ന അവൻ്റെ കൂട്ടുകാരനെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം. വേറെ ആരെയും കല്യാണം കഴിക്കണവർ എൻ്റെ അടുത്ത് പറയരുതെന്ന്. ഈ മാതാപിതാക്കൾ നാട്ടിൽ വിളിച്ച് അമ്മയോട് ഇത് പറഞ്ഞാൽ വീട്ടിലുള്ള അമ്മച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ് അല്ലേ? കാലം മാറിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ ഈ നമ്മുടെ ദേശത്ത് പട്ടിണിയും ദാരിദ്ര്യവും കടബാധ്യതയും രോഗവും അസ്വസ്ഥതകളൊക്കെയാണ് നമ്മളെ അലട്ടുന്നെങ്കിൽ
മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും, അച്ഛാ മക്കൾ വിശ്വാസത്തിൽ നിന്ന് പോയി, പ്രാർത്ഥനയില്ല, പള്ളി വരുന്നില്ല, കുമ്പസാരിക്കുന്നില്ല, അച്ഛാ ഇങ്ങനെയൊക്കെയാണ്, അവൾ വേറൊരു പെണ്ണിൻ്റെ കൂടെയാണ്, വേറൊരു പയ്യൻ്റെ കൂടെയാണ്, ലീവിങ് ടുഗെദറാണ്, ഇതൊക്കെയാണ് അവിടെയുള്ളവരുടെ വിഷമം. അതുകൊണ്ട് ഏത് ദേശത്ത് പോയാലും നമുക്ക് നമ്മുടേതായ വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ പൗലോസ് സാവൂളായിരുന്ന സമയത്ത് കർത്താവിനെ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ കർത്താവിനെ നിന്ദിച്ചും അധിക്ഷേപിച്ചും പീഡിപ്പിച്ചൊക്കെ ജീവിച്ച ഇന്നലകളുടെ കാരണം എൻ്റെ അറിവില്ലായ്മയാണ്. ഈ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കാൻ മറന്നുപോയത് കൊണ്ട് ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. ആണിനെ, പെണ്ണിനെ സ്നേഹിക്കുന്ന ഒരു നിന്ദ്യമായ പ്രകൃതി വിരുദ്ധമായ വികാരങ്ങൾക്ക് അവരെ വിട്ടുകൊടുത്തു. കാരണം പറയുന്നത് ദൈവത്തെ ദൈവമായി ആരാധിക്കാൻ വിസമ്മതിച്ചുവെന്നാണ്. അപ്പോ പൗലോസിലെ പറഞ്ഞതും കറക്റ്റാണ്. അന്ന് ഞാൻ അവിശ്വാസിയായിരുന്നു, അന്ന് ഞാൻ അറിവില്ലാതെയാണ് കർത്താവിനെ നിന്ദിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ പിന്നീട് പൗലോസ്ലീഹ പറയുന്ന ഏറ്റവും സുന്ദരമായൊരു വാക്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വചനം എടുത്ത്, സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാര് പറഞ്ഞു? ആരോട് പറഞ്ഞു? ഫിലിപ്പി ലേഖനം എവിടെ കിടന്ന് പറഞ്ഞു? ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പൗലോസിലേക്ക് എഴുതുന്നത് ഒരുപക്ഷെ റോമയിൽ തടവിലായിരുന്നപ്പോഴാണ്. തടവറയിൽ കിടന്നുകൊണ്ട് പൗലോസ്ലീഹ അപ്പോൾ തടവറയിലായിരിക്കുന്ന പൗലോസ്ലീഹ വേദനിച്ചും ഭാരപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെയാണ് കഴിയുന്നതെന്ന് വിചാരിച്ച് ആ ജനം വേദനിക്കുമ്പോൾ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് ഈ തടവറയിലിരുന്ന് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുക. ആ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നതെന്നറിയാവോ? എനിക്ക് സംഭവിച്ചതെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജയിലിൽ കിടക്കുന്നത് പോലും, ഈ ഇരുട്ടറയിൽ കിടക്കുന്നത് പോലും, മരണം കാത്ത് കിടക്കുന്നത് പോലും, ഈ സഹനവും ഈ വേദനയും ഞാൻ ഇന്നോളം അനുഭവിച്ചതെല്ലാം സുവിശേഷത്തിന് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷ പ്രഘോഷണം എന്താണെന്നറിയാമോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണം, അല്ലേ? കർത്താവ് എനിക്ക് ആ കൺവെൻഷൻ കഴിയുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഞാൻ കൺവെൻഷൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ആ നിയോഗം കർത്താവ് നടത്തി, എനിക്ക് ജോലി കിട്ടി, എൻ്റെ വിവാഹം നടന്നു, എൻ്റെ തടസ്സം മാറി, എൻ്റെ പ്രശ്നം മാറി, എൻ്റെ പ്രതിസന്ധി മാറി. ഇതൊക്കെയാണ് നമ്മുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യങ്ങളായിട്ട് മാറുന്നത്. ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, എൻ്റെ ഈ തടവറ അനുഭവം ഇത് സുവിശേഷത്തിന് കാരണമായെന്നും സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല ദൈവമഹത്വത്തിന്റെ അടയാളങ്ങൾ, മറിച്ച് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുടെയും വേദനകളുടെയും കണ്ണുനീരിന്റെ അനുഭവങ്ങളുടെ പിന്നിലും ദൈവത്തിന്റെ പ്രവൃത്തി സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് പറയാൻ പറ്റണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ കടന്നുപോയൊരു പ്രശ്നം നമുക്ക് ഇന്നത് മനസ്സിലാകില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, പൗലോസ്ലീഹയ്ക്ക് അന്ന് ഇന്നലകളിൽ കർത്താവിനെ അറിയാതെ കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ, ആദിമ ക്രൈസ്തവ സമൂഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പൗലോസ്ലീഹയ്ക്ക് അത് മനസ്സിലായില്ല. അല്ലെങ്കിൽ സാവൂളായിരുന്നപ്പോൾ മനസ്സിലായില്ല. ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, ഒരു ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പൗലോസ്ലീഹ പറയാണ്, എൻ്റെ ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി. സുവിശേഷത്തിന്റെ പുരോഗതിക്ക്, അപ്ലിഫ്റ്റ്മെന്റ്, ഉയർത്താൻ കാരണമായെന്ന് പറയുന്നത്. അപ്ലിഫ്റ്റ് ചെയ്യാൻ, പുരോഗതിക്ക് കാരണമായെന്ന് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റുമത്? ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലേ? ഈ സഹനം, ഈ കർത്താവ് അനുവദിച്ച് രോഗം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമാകട്ടെ, അല്ലെങ്കിൽ ആണ്. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ഈ ലാസർ മരിച്ച് ലാസർ രോഗിയായി എന്ന് അറിഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് കുറച്ച് ശിഷ്യന്മാരെ, അറിയാവുന്നവരൊക്കെ പറഞ്ഞ് മർത്ത പറഞ്ഞു വിടും. കാരണം എന്താ? ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്നതാണ് ലാസറിനെ. ലാസറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ലാസറിനെ, ഈ കുടുംബത്തെയും. കാരണം കർത്താവിൻ്റെ യാത്രകളിൽ അന്തി ഉറങ്ങാനും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റെ കുടുംബം. അതുകൊണ്ട് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ഈശോയ്ക്ക്. ഉടനെ ലാസർ രോഗിയാണെന്ന് അറിഞ്ഞ് ഈശോയുടെ അടുത്തേക്ക് ആരൊക്കെ അയച്ചു? ഈ സഹോദരിമാരെ. അവര് കർത്താവിൻ്റെ അടുത്ത് വന്ന്
ലാസർ രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്നാണെന്നറിയാവോ? ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിലും ദൈവം മഹത്വപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ്. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവമഹത്വത്തിന് വേണ്ടി അതുകൊണ്ടാണല്ലോ ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്നും കർത്താവ് ഉയർപ്പിച്ചപ്പോൾ ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന ഉപരിയായ ഒരു സത്യത്തിലേക്കാണ് ആ ഒരു സംഭവത്തിലൂടെ ലാസറിന്റെ ഉത്ഥാനം, അവന്റെ മരണം, അവന്റെ രോഗം എല്ലാം കാരണമാകുന്നത്. സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് അത് കാരണമായി. ജന്മന അന്ധനായ ഒരുവനെ കൊണ്ടുവന്നിട്ട് ചോദിക്കും, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തം? കർത്താവ് പറഞ്ഞു, ഇവന്റെ അല്ല, ഇവന്റെ മാതാപിതാക്കളുടെ പാപനിമിത്തം അല്ല, ഇവനിലൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിചാരിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളും ദൈവം കൂട്ടിച്ചേർക്കുന്ന സൗഖ്യങ്ങളും വിടുതലുകളും മാത്രമാണ് ദൈവമഹത്വത്തിന്റെ സുവിശേഷത്തിന്റെ പുരോഗതിയുടെ കാരണങ്ങളല്ല. ദൈവം സഭയാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനങ്ങൾ പോലും സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഓരോന്നും സംഭവിക്കും, ഇത് നാളെ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് ഈ അനുഭവം കാരണമാകും. ഇന്നലകളിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകള്, പരാജയങ്ങള്, തകർന്നുപോയ അനുഭവങ്ങള്, ഇടറിപ്പോയ അനുഭവങ്ങള്, അതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം ഇന്ന് എൻ്റെ സുവിശേഷ ജീവിതത്തിനും അനേകരുടെ സുവിശേഷത്തിന്റെ പുരോഗതിയിലുള്ള ജീവിതത്തിനും ഇതെല്ലാം കാരണമായി. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാറ്റിനെയും നോക്കിയിട്ട് ദൈവം എന്തെല്ലാം തന്നിട്ടുണ്ട്, അതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് പറയണം. വചനം ഏതാണ്? യോഹന്നാനാ? വചനം ഏതാണ്? പൗലോസിനെ പറഞ്ഞ വചനം ഏതാണ്? റോമയോ? നിങ്ങൾ ഇപ്പോഴും റോമയിൽ കിടക്കണോ? പൗലോസിന്റെ കൂടെ ജയിലിൽ കിടക്കാൻ പോയതായിരിക്കും അല്ലേ? പുറത്ത് ഫിലിപ്പി 1:12 എന്നാ പറയുന്നേ? സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരു അവസ്ഥ, അയ്യോ ഈ അവസ്ഥയിലാണ്, എനിക്ക് ഇങ്ങനെയാണ്, രോഗമാണ്, എനിക്ക് വിഷമാണ്, വേദന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചങ്കുര, ഇത് സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി തമ്പുരാൻ തന്നതാന്നേ. ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഇത്തിരി ഒച്ച കൂട്ടി പറഞ്ഞേ ഹല്ലേലൂയ. ഇതേ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്നിലൂടെ സുവിശേഷം കൊടുക്കാൻ കർത്താവ് എനിക്ക് തന്നതാണ്. എനിക്ക് സുവിശേഷം പറയണ്ടേ? മൈക്കിലൂടെ ഒക്കെ പറയാൻ നിന്ന് എൻ്റെ കൈ കലക്ക് സാക്ഷ്യം പറയാൻ തന്നെ കയറിയിട്ട് സകലമാന ഭാഗം കൂട്ടിയിടിക്കുക. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്ന് സുവിശേഷം പറയാമെന്ന് എനിക്ക് പറ്റണമെന്നില്ല അല്ലേ? നമുക്കെല്ലാവർക്കും സുവിശേഷം പറയാൻ സ്വർഗം അനുവദിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായ അടയാളമാണ് സ്വർഗം അനുവദിക്കുന്ന ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിന്റെ സഹനങ്ങൾ. ഇത് സുവിശേഷത്തിന്റെ പുരോഗതിക്ക. എന്തിനാ ഈ രോഗം തന്ന? എന്തിനാ ഈ ഭർത്താവിനെ തന്ന? എന്തിനാ ഈ ഭാര്യയെ തന്ന? എന്തിനാ ഈ കുരുത്തം കെട്ട സാധനത്തിനെ തന്ന? എന്തിനാ? അങ്ങനെയാണ് ചിലരൊക്കെ എന്താ വെച്ചാൽ ഒരു കുരുത്തം കെട്ട വീട്ടിലുണ്ടെന്നാ പറയുന്നത്. എന്തിനാ? നമ്മളിൽ സുവിശേഷത്തിന്റെ പുരോഗതിക്ക്, നമ്മളിലൂടെ അനേകർ സുവിശേഷത്തിന്റെ പുരോഗതിയിലേക്ക് വളരാൻ ദൈവം അനുവദിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നിടത്തുണ്ടല്ലോ നമ്മളിലൊരു പുതിയ അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇന്ന് കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും നമ്മൾ ഇങ്ങനെ 2 സ്റ്റെപ്പ് മുന്നിൽ നിന്ന് പുറകോട്ട് നോക്കി കാണും. എന്താ കാണുന്നത്? ഇത് നാളത്തെ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് ദൈവം ഇന്ന് എനിക്ക് തന്നതാ. ഹല്ലേലൂയ. എനിക്ക് നടുവിന്റെ ഡിസ്ക് പ്രൊലാപ്സ് ആയിരുന്നില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരികയിലായിരുന്നു. അറിയാമോ? ഈ കാരിസ്മയിൽ വരാനുള്ള കാരണം എന്താണെന്ന് അറിയാം? ഞാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന ആളാ, കാരിസ്മയിൽ ശുശ്രൂഷ ചെയ്യാൻ വന്ന ആളല്ല. ഡിസ്ക് പ്രൊലാപ്സ് ആയ എന്നെ ഇവിടെ പാലയിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് കാരിസ്മയിൽ തന്നു. എന്തിനാ? അവിടുന്ന് പോയി വരാൻ എളുപ്പമുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് കർത്താവ് കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് കർത്താവ് എന്നെ ഈ ആലയത്തിൽ നിർത്തി. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമേ, അല്ലെങ്കിൽ എന്ത് വിഷമായിരുന്നു അറിയാവോ? കാരണം എന്താ? പട്ടം കിട്ടിയ എല്ലാ അച്ഛന്മാരും ശുശ്രൂഷ ചെയ്യുന്നു, ഞാൻ മാത്രം ട്രീറ്റ്മെന്റിന് പോകുന്നു. ആദ്യ വർഷം ഞാൻ ട്രീറ്റ്മെന്റ്, ബാക്കിയുള്ളവരൊക്കെ ഇടവകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു. എന്നെ ഒരു കൂട്ടുകാരനച്ഛൻ കാണാൻ വന്നിട്ട് പറയും. അപ്പൊ ഞാൻ തിരുമുഖം കഴിഞ്ഞ് വന്ന് കട്ടിലേക്ക് കിടക്കുന്ന സമയമാണ്. ആ മുറികളോട് ഇവിടെ നിന്റെയൊക്കെ ഒരു ഭാഗ്യം, പട്ടം കഴിഞ്ഞപ്പോൾ തന്നെ സുഖചികിത്സയാണല്ലോ എന്ന്. അത് ഞാൻ പറഞ്ഞു,
നമ്മുടെ വിഷമം നമുക്കല്ലേ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇടവകൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളിവിടെ സുഖചികിത്സ ചെയ്യാൻ തിരുമ്പി വന്ന് കിടക്കുക. 2-3 മാസമായിട്ട് തിരുമ്പും ചവിട്ടും കിഴിയും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം അനുവദിക്കുന്നതൊക്കെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കരുതലിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാത്മാവിൽ ദൈവം അനുവദിക്കുന്നതൊക്കെ അവൻ്റെ ആത്മരക്ഷയെ പ്രതിയും സുവിശേഷത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നിടത്ത് വെളിപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. പിന്നെ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ഒരു പരാതിയും പരിഭവമൊന്നുമില്ല. വളരെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ.